ഒരു കൂട്ടായ്മ നമുക്കുണ്ടാകണം. എനിക്ക് തോന്നുന്നത് ഇതുപോലൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോയാൽ ബാങ്കുകാരും നിങ്ങളെ സഹായിക്കും. കാരണം ഇപ്പോൾ മെഷീൻ്റെ കാശൊക്കെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഒരു ബാങ്ക് ലോൺ ഉണ്ടെന്നുവെങ്കിൽ നമുക്ക് നിശ്ചിതമായ ഒരു തുക നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക കൊടുത്താൽ മതി. ആ തുക കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ മാസാമാസം ഇതിൻ്റെ ഒരു കളക്ഷൻ എടുക്കും. ഇവരുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം കൂടെ സംഭരിച്ച് ഇവർക്കൊരു പാസ്ബുക്കൊക്കെ കൊടുക്കും. ആ പാസ്ബുക്കുണ്ട്. ആ പാസ്ബുക്കിനകത്ത് ഇതൊക്കെ എൻട്രി ചെയ്ത് നമ്മുടെ പണം ഒരിടത്തും ദുരുപയോഗം ഉണ്ടാകാത്ത വിധത്തിൽ നല്ല കൃത്യമായി തിരിച്ചടവും കൂടി നടന്നാൽ നിങ്ങൾക്ക് അടുത്ത രംഗത്ത് പോകും. അപ്പോൾ ഇത് ഏറ്റവും മാതൃകാപരമായി ഒരു സമ്പൽ സമൃദ്ധമായി നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പറ്റത്തക്ക വിധത്തിലേക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ നിലയിൽ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് തയ്യൽ മാത്രം കൺസ്യൂമർ ഗുഡ്സും കൂടെ കൊടുക്കത്തൊക്കെ നമുക്ക് പറ്റും. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയം കുഞ്ഞുങ്ങൾക്കൊക്കെ പുസ്തകം മേടിക്കണം, യൂണിഫോം മേടിക്കണം, സ്ലേറ്റ് മേടിക്കണം, കല്ല് പെൻസിൽ മേടിക്കണം. പെൻസിൽ ഇപ്പോൾ ആരും ഉപയോഗിക്കത്തില്ല, എന്നാലും പെൻസിൽ മേടിക്കണം, ഇതെല്ലാം വേണം. അപ്പം നമ്മൾ വീണ്ടും ഈ പറയുന്ന ഒരു വ്യവസ്ഥയിൽ ഇവർക്കെല്ലാ ആളുകൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കാനും അതിന് അവരുടെ കയ്യിൽ നിന്ന് വരുമാനത്തിൽ നിന്നൊരു നിശ്ചിത തുക ഈടാക്കി ഇവരുടെ അക്കൗണ്ടിൽ തന്നെ ബാങ്കിൽ അടയ്ക്കുകയും ചെയ്താൽ നല്ല കൃത്യമായി ഇത് മുന്നോട്ട് പോകും. നമുക്കൊരു വരുമാന മാർഗമാവും, പൊതുപ്രവർത്തനത്തിൽ നമുക്കൊരു ഉത്സാഹം തോന്നും, നമ്മളുടെ വീട് നല്ല സമ്പൽ സമൃദ്ധമാകും. ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ഗുണമുണ്ട്. മൂന്നാമത്തെ ഗുണം ഇതിൻ്റെ വരുമാനം ഈ വീട്ടമ്മയ്ക്ക് നേരിട്ടാണ്. അതിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലായില്ലേ, അത് വേറെ ഒരിടത്തും പോയില്ല, വീട്ടമ്മയുടെ കയ്യിൽ തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ചിലവ് നോക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഭവനം ഭംഗിയായി കൊണ്ടുപോകാൻ ഈ പദ്ധതി നന്നായിട്ട് ചേരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ തുടക്കം ഇവിടെ വന്ന് കുറിച്ചത് നന്നായി. ഇത് ഇവിടെ കൊണ്ട് മാത്രമല്ല, നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കും കൂടെ വ്യാപിപ്പിച്ച് നമ്മളുടെ പാവങ്ങളായ ആളുകൾ അവർക്ക് ഏറ്റവും കൂടുതൽ സഹായം കൊടുക്കുന്ന ഒരു നടപടി എടുക്കണം. സത്യം പറഞ്ഞാൽ ഒരു വീട്ടിലെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ആരാന്നറിയാം? വീട്ടമ്മയാണ്. ആ വീട്ടമ്മയ്ക്ക് 1 രൂപ വരുമാനമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് രഞ്ജിത വാദ്യർ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ പദ്ധതി നമുക്ക് ഇവിടെ തന്നെ ആദ്യം ഇതൊന്ന് പ്രാവർത്തിയാക്കണം. ആദ്യത്തെ മോഡൽ എന്നുള്ള നിലയിൽ ഇവിടെ തന്നെ പ്രാവർത്തിയാക്കണം. പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് മാത്രമല്ല, നമ്മൾ എടുത്തിരിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി ഒരു തിരിച്ചടവ് സിസ്റ്റം കൂടി ഉണ്ടാകണം. അതിന് കള്ളത്തിനും അതിലൊന്നും പറ്റിയില്ല. അപ്പം എല്ലാം നല്ല ഭംഗിയായി വൃത്തിയായി കൊണ്ടുപോകണം. നമുക്ക് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കൂട്ടായ്മയായി നമുക്ക് ഈ കൂട്ടായ്മയെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനുള്ള സാധ്യത ഉണ്ടാകട്ടെ എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി ജനിച്ച ഈ മണ്ണിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അത് പണയം വെക്കാൻ പറ്റില്ല. നമ്മൾ ചില പരസ്യത്തിൽ കണ്ടിട്ടില്ലേ, സ്വർണം ഞങ്ങൾ പണയം വെക്കുന്നത്, അവിടെ സ്വർണം പണയമാണ് വെക്കുന്നത്, അഭിമാനമല്ല പണയം വെക്കുന്നത്. ഇതൊരു പരസ്യത്തിൽ കണ്ടല്ലോ, ഒരു പരസ്യമുണ്ട്, ഇത് കണ്ടോ? മുഴുവൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്വർണം പണയം വെക്കുന്നത് അത് അഭിമാനമല്ല പണയം വെക്കുന്നത്. നമുക്കെന്ത് നഷ്ടപ്പെട്ടാലും ശരി, അഭിമാനം നഷ്ടപ്പെടാൻ നമ്മൾ സമ്മതിക്കുമോ? ഞാൻ ചോദിക്കുന്ന സമ്മതിക്കുമോ? സാധ്യമല്ല. അൺകോംപ്രമൈസ് ആക്കരുത്. അതുകൊണ്ട് നമുക്കിതൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ഒരു അധ്യായം ഉണ്ടാക്കണം. അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തണം. അതിൽ നിശ്ചയമായിട്ട് ഈ ഇന്നത്തെ നിങ്ങളുടെ കൂട്ടായ്മ വളരെ ഗുണം ചെയ്യട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കെല്ലാം ഭാവുകം നൽകുന്നുണ്ട്.